കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നത് പോലും പല മരുന്നുകളും ഇവർ കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് കുട്ടികൾ പോലും ഉണ്ടാകാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അച്ഛൻ്റെ ഇന്നത്തെ പ്രസംഗം. അത് ഇന്ന് മാത്രമല്ല, ഇതിനു മുമ്പും ലവ് ജിഹാദ് എന്നുള്ള ആ ഒരു പ്രശ്നം പുറത്തു വന്നപ്പോഴത്തേനും അച്ഛൻ അന്നേരവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അവഹേളിച്ചുകൊണ്ട് കുറെ സംസാരിച്ചു. ബൈബിളിന്റെ സ്നേഹവചനം പറഞ്ഞ് വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ മാറ്റൊരു സൃഷ്ടിക്കേണ്ട, കാരുണ്യവും സ്നേഹവും അർപ്പണബോധവും ഒക്കെ പഠിപ്പിക്കേണ്ട വൈദികന്മാരുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന വിഷലിപ്തമായ വാക്ക് കേട്ട് വിശ്വാസി സമൂഹത്തിൽ തന്നെ മുൻനിരയിലുള്ള കന്യാസ്ത്രീകൾക്ക് പോലും വികാരം മണപൊട്ടി ഒഴുകുന്നുണ്ട് എങ്കിൽ, പ്രതിഷേധം അവർ പ്രത്യക്ഷമായി തന്നെ പ്രകടിപ്പിക്കാൻ സന്നദ്ധമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ട് എങ്കിൽ, എന്റെ ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ ഒരു തലത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ജീവിതത്തിൽ ഇന്നോളം പള്ളിയുടെ മിമ്പറിലോ മിഹ്റാബിലോ ഇരുന്ന് എന്റെ മുമ്പിലിരിക്കുന്ന അനുവാചകരോട് ഇസ്ലാമേതര സമൂഹങ്ങൾ മോശമാണെന്നും വർഗീയവാദികളാണെന്നും ഭീകരവാദികളാണെന്നും കുതന്ത്രത്തിലൂടെ മറ്റുള്ളവരെ മതം മാറ്റുന്നവരുമാണെന്ന് ഒരിക്കൽ പോലും പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ, ഒരു മുസ്ലിം ആയതുകൊണ്ടും ആ വിശ്വാസം എന്നിൽ തീർത്ത മാനവിക മൂല്യം അതാണെന്ന് ഓർക്കുമ്പോഴും അൽഹംദുലില്ലാഹ് ഞാൻ സന്തോഷവാനാണ്. പിന്നെ ഇതിൽ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ പറഞ്ഞു മക്കളുണ്ടാകാത്ത വിഷയം, അത് പ്രിയപ്പെട്ട പിതാവ് വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ് പിതാവ് അങ്ങനെ പറയേണ്ടി വന്നത്. അതിൽ നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു വിവാഹം കഴിച്ചാലൊക്കെ മക്കളുണ്ടാകും, സ്വാഭാവികമാണ്. ഇനി അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ നല്ല ഒരു ഉൽപ്പന്നം, നല്ലൊരു മരുന്നുണ്ട്, അത് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഇതൊക്കെ പിതാവ് പറയുമ്പോഴും എവിടെ നിന്നാണ്ടായി പറയുന്നത്? അത് ഓർക്കുമ്പോഴേ ഈ അത്ഭുതം. എവിടെ നിന്നാണ് ഇത് പറയുന്നത്? അത് സിസ്റ്റർ പറയും. വർഗീയത വിളമ്പുന്ന ഒരു പ്രസംഗം ഈ ഇവിടുത്തെ മഠത്തിലെ ചാപ്പലിൽ തന്നെയാണ്. ഈ ചാപ്പലിൽ അത് നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു. ഞങ്ങൾ രണ്ടുപേര് പ്രതിഷേധാർത്ഥം ഞങ്ങൾ ചാപ്പലിൽ നിന്ന് കുർബാന കൂടാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ചാപ്പലിൽ നിന്നുണ്ട്. ചാപ്പൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥനാ മണ്ഡപം എന്നൊക്കെ പറയാം. ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ പച്ച വിഷം കലക്കി വിശ്വാസി സമൂഹത്തോട് വിടുന്നത്. എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങളിങ്ങനെ മുസ്ലിമീങ്ങളുടെ പിന്നാലെ നടന്ന് മതപരിവർത്തനവും വർഗീയതയും ഭീകരവാദവും ഒക്കെ പറഞ്ഞപ്പോൾ ലോകതലത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ അറിയുന്നുണ്ടോ? ഒന്ന് കണ്ടു നോക്ക്. യുകെയിൽ ക്രിസ്ത്യൻ പള്ളികൾ അടച്ചുപൂട്ടുന്നു. തദ്ദേശീയരായ പുതുതലമുറ ദൈവവിശ്വാസത്തിൽ നിന്ന് അകലുന്നതായി കണ്ടെത്തൽ. യുകെയിലെ തദ്ദേശീയരായ പുതുതലമുറ ദൈവവിശ്വാസത്തിൽ നിന്ന് അകലുന്നതിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ വൻതോതിൽ അടച്ചുപൂട്ടുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഒരു ദശകത്തിനിടെ 3500-ലധികം പള്ളികൾ യുകെയിൽ അടച്ചുപൂട്ടി. വീടുകളായോ കമ്മ്യൂണിറ്റി സെന്ററുകളായോ പല പള്ളികളും മാറ്റി. 2011 സെൻസസുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ 13% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം മുസ്ലിം ജനസംഖ്യ 6.5% ഉയർന്ന് 3.9 മില്യണിലേക്ക് എത്തി. സത്യത്തിൽ ഇപ്പൊ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ദുർഗതിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ? ലോകാടിസ്ഥാനത്തിൽ നിങ്ങൾ ഇസ്ലാമിനെതിരെ എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനയുന്നു. എത്ര യൂട്യൂബ് ചാനലുണ്ടെന്ന് കേരളത്തിൽ. ക്രൈസ്തവനായ ആളുകൾ, മാത്യു സാമുവലിനെ പോലുള്ള ആളുകൾ, അവനൊക്കെ രാവും പകലും ഇസ്ലാം അല്ലാതൊരു സബ്ജക്റ്റ് ഉണ്ടോ? എന്നിട്ട് ഏതെങ്കിലും ഒരു വിശ്വാസിയെ നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് മാനവിക മൂല്യം പറഞ്ഞ് നിങ്ങളുടെ ബൈബിളിന്റെ ആ സ്നേഹവചനം പറഞ്ഞ് ഒരാളെയെങ്കിലും ചേർത്തിർത്താൻ കഴിയുന്നുണ്ടോ? ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് കഴിയുന്നില്ലല്ലേ? എന്നാൽ കൊഴിഞ്ഞുപോക്ക് അതിരൂക്ഷമാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിശ്വാസികളോട് നിങ്ങളുടെ മതത്തിന്റെ ദർശനങ്ങൾ, അതിന്റെ ദൃഢത, അതിന്റെ വൈവിധ്യം, അത് നൽകുന്ന മാനവിക മൂല്യങ്ങൾ ഇത് പങ്കുവെക്കൂ. അവർ നല്ല വിശ്വാസികളായിക്കോളും. അതിന് പകരം നമ്മുടെ ആളുകളെ നമ്മളിൽ തന്നെ ദൃഢമായിട്ട് ഉറപ്പിച്ചെടുത്താൻ വേണ്ടി ലവ് ജിഹാദ് പേടി, അപരമത അന്ധമായ വിശ്വാസം, അവർ ഭീകരവാദിയും തീവ്രവാദികളും അടുപ്പിക്കാൻ കൊള്ളൂല. ക്രിസ്മസിന്റെ കേക്ക് പോലും അവരൊന്നും വാങ്ങാൻ പറ്റൂല. ആ രൂപത്തിലെല്ലാം നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലേ? എന്നിട്ട് ആരാ ഇവിടെ തോറ്റത്? പ്രിയപ്പെട്ടവരെ, ആര് തോറ്റ്? ഞാൻ അടുത്ത പിതാവിന്റെ പ്രസംഗം കേൾക്കാം, നോക്കൂ. ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ബേസിക് ആയിട്ടുള്ള നിലപാട്. നമ്മുടെ നാട്ടിലെ മുസ്ലിംസിനും അത് അങ്ങനെ ചിന്തയുണ്ട്. അതായത് ഇസ്ലാം മതം ഒരു മതമല്ല, മറിച്ച് അതൊരു രാഷ്ട്രീയ സിദ്ധാന്തമാണ്. യുദ്ധത്തിലൂടെയും അധിനിവേശത്തിലൂടെയും നിർബന്ധിച്ചും ഒരു ഇസ്ലാമിക രാഷ്ട്രം ലോകം മുഴുവൻ ഉണ്ടാക്കുക. എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ, ഇതും ഒരു വൈദികനാണ്. ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് തന്നെ ഇസ്ലാം, ഭീകരവാദം, തീവ്രവാദം, അത് മതമല്ല, പൊളിറ്റിക്സ് അല്ലെ? ഇനി മതമായ നമ്മുടെ അവസ്ഥ എന്താണ്? അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേദനയാവും. നമുക്ക് ജസ്മീനെ കൊണ്ട് പറയിപ്പിക്കാം. ആരാണ് സിസ്റ്റർ ജസ്മി? ആമേൻ എന്ന പുസ്തകം ഞാൻ അടക്കമുള്ളവർ വായിച്ചിട്ടുണ്ട്. അതിവിടെ പറയാൻ കൊള്ളത്തില്ല, സഭ്യമാകൂല. സിസ്റ്റർ ജസ്മി പഴയ ഒരു കന്യാസ്ത്രീയാണ്.
അവര് പറയും എന്താണ് ഈ ദർശനമെന്ന്. അത് നമുക്ക് കേൾക്കാം. ടെററിസം ഒരു മതത്തിന്റെയും കുത്തകയല്ല. ആദ്യകാലങ്ങളിൽ നമ്മൾ ഇസ്ലാം മതത്തിന് മാത്രമാണ് ടെററിസം കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് RSS BJP ലെവലിലൊക്കെ നമുക്ക് വീണ്ടും ടെററിസം നമ്മൾ ഹിന്ദു മതത്തിലും കേട്ടു തുടങ്ങി. ക്രിസ്ത്യൻ മതത്തിൽ കേൾക്കാത്തതാണ് എനിക്ക് തമാശ. അത് അണ്ടർഗ്രൗണ്ട് ടെററിസമാണ് ക്രിസ്ത്യൻ മതത്തിൽ. അത് ഒരു കോടതിയിലേക്ക് കേസായിട്ട് പോകാൻ പറ്റില്ല. അണ്ടർഗ്രൗണ്ടിലൂടെ നടത്തേണ്ട ഭീകരമായ ടെററിസം ക്രിസ്ത്യാനിറ്റിയിലുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട വൈദികരെ, എന്റെ ക്രൈസ്തവ സഹോദരന്മാരെ, അതിലേറെ എന്റെ കാസയുടെ മുത്തുമണികളെ, ഈ നിങ്ങളുടെ മേൽ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ അണ്ടർഗ്രൗണ്ടിലോട്ടുള്ള ഇതൊക്കെ പറഞ്ഞ് ഞാനല്ല കേട്ടോ. ഞാനത് പറയുകയാണെങ്കിൽ എന്റെ മതത്തിന്റെ മൂല്യത്തകർച്ചയാണ്, എന്റെ വിശ്വാസത്തിന്റെ മൂല്യത്തകർച്ചയാണ്. എനിക്ക് ഒരിക്കലും ഒരു അപരമത വിദ്വേഷം നടത്തി എന്റെ ആശയത്തിന്റെ വൈവിധ്യം ഇവിടെ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എങ്കിൽ ഈ സിസ്റ്റർ ജസ്മിയുടെ ആമേൻ എന്ന് പറയുന്ന പുസ്തകം എടുത്ത് ഒരു പേജ് വായിച്ചാൽ മതി. ലൂസി കളപ്പുരക്കലിന്റെ കർത്താവിന്റെ നാമത്തിൽ എന്ന പുസ്തകം എടുത്ത് 2 പേജ് വായിച്ചാൽ മതി. പക്ഷേ ആ 1 പേജും 2 പേജും ഒന്നും വായിച്ച് മുഴുപ്പിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് ആളുകൾ ഇറങ്ങി ഓടും. അത്രമേൽ പലതും അതിനകത്തുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാലഘട്ടത്തിലും അനീതി ചെയ്യുന്ന വേട്ടക്കാരായ മനുഷ്യർക്ക് നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും പറഞ്ഞാലും സത്യം അത് എത്രമേൽ കബറിൽ മണ്ണിട്ട് മൂടിയാലും അതിന്റെ നാമ്പ് ഓരോ ദിനം ഇങ്ങനെ പുറത്തേക്ക് പൊങ്ങി പൊങ്ങി വരും എന്നുള്ളതാണ്. അങ്ങനെ ഒടുവിൽ ആ സത്യം മാത്രം ബാക്കിയാവും. അതിന്റെ ഏറ്റവും വലിയ പ്രകടമായ അടയാളം എന്ന് അറിയോ? ചില പിതാക്കന്മാരുടെ പ്രസംഗം നമുക്ക് കേൾക്കാം. ഇസ്ലാം എന്നുള്ളത് ഒരിക്കലും മറ്റൊരുത്തന്റെ മേൽ അടിച്ചേൽപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവനെ കുതന്ത്രത്തിലൂടെ അവനിലേക്ക് ആശയങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടൊന്നും നിലനിൽക്കുന്ന മതമല്ല. അതെങ്ങനെയാണ് ലോകത്തെ സ്വാധീനിച്ചതെന്ന് 2 പിതാക്കന്മാരുടെ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. തൊട്ടുകൂടായ്മ, അയിത്തം, അസ്പൃശ്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തേക്കാണ് ഇസ്ലാം കടന്നു വന്നത്. ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കിക്കൊടുത്തു. സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന്? സഹിക്കുമോ ജാതീയതയ്ക്ക്? സഹിക്കുമോ സവർണദേശീയതയ്ക്ക്? ഫാഷിസത്തിന്? പറയുന്ന എന്റെ ചുറ്റും താമസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളിൽ കണ്ട മറ്റൊരു വലിയൊരു ഗുണം ഞാൻ കണ്ടത്, വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ എന്റെ പള്ളിയിലുള്ള വിശ്വാസികളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഈ പാലക്കാട് താമരശ്ശേരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രൂപത എന്നാണ് പറയുക, ഇങ്ങനെ ഓരോ ജില്ലയെ തിരിച്ച് രൂപത എന്ന് പറയും. അപ്പൊ ഞാൻ പാലക്കാട് രൂപതയുടെ ബോർഡറിലാണ്. പാലക്കാട്, അപ്പുറത്ത് താമരശ്ശേരി, തലശ്ശേരി, ഈ പ്രദേശങ്ങളിലുള്ള ഒരുപാട് അനാഥ മന്ദിരങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും ഒക്കെ ഞാൻ സന്ദർശനം നടത്താറുണ്ട്. ഇന്ന് വരെ ഒരു അനാഥ മന്ദിരത്തിലോ വൃദ്ധമന്ദിരത്തിലോ ഒരു ഇസ്ലാം മത വിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല. പ്രായം ചെന്ന മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടം വെക്കുകയോ നട തള്ളുകയോ വല്ല വൃദ്ധമന്ദിരങ്ങളിൽ അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടു ചെന്ന് അല്പം പൈസ ഏൽപ്പിച്ച് തള്ളുകയോ ചെയ്യുന്നത് അതിൽ ക്രൈസ്തവരും ഹൈന്ദവരുമാണ് കൂടുതൽ. ഒരൊറ്റ ഇസ്ലാം മത വിശ്വാസിയെ, പ്രായം ചെന്ന ഒരു ഉമ്മയെ ബാപ്പയെ ഞാൻ ഇന്നുവരെ ഒരു അനാഥ മന്ദിരത്തിലോ വൃദ്ധമന്ദിരത്തിലോ കണ്ടിട്ടില്ല. അത് വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടെ കാണുന്ന ഒരു കാര്യം.